ക്ഷമ ബൈബിൾ ക്വിസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ന്യായാധിപന്മാരുടെ പുസ്തകം അധ്യായം 7 ബൈബിൾ ക്വിസ്. ഗിദെയോന്റെ മറ്റൊരു പേര് എന്തായിരുന്നു? യെരുബ്ബാൽ. ഗിദെയോൻ എന്ന യെരുബ്ബാലും അവനോടുകൂടെയുള്ള ജനമൊക്കെയും എവിടെയാണ് പാളയമിറങ്ങിയത്? ഹരോദ് ഉറവിനരികെ. മിദ്യാന്യരുടെ പാളയം എവിടെയായിരുന്നു? മോരെ കുന്നിനരികെ താഴ്വരയിൽ. ഹരോദ് ഉറവിന് വടക്ക് വശത്ത് ആരുടെ പാളയമായിരുന്നു? മിദ്യാന്യരുടെ. ഗിദെയോനോട് കൂടെയുള്ള ജനങ്ങളുടെ എണ്ണത്തെക്കുറിച്ച് യഹോവ അവനോട് എന്താണ് പറഞ്ഞത്? നിന്നോടുകൂടിയുള്ള ജനം അധികമാകുന്നു. ഗിദെയോനോട് കൂടെയുള്ള ജനങ്ങൾ എല്ലാവരും അവനോടൊപ്പം യുദ്ധത്തിന് പോയാൽ ഇസ്രയേൽ എന്തു പറയും എന്നാണ് യഹോവ പറഞ്ഞത്? എന്റെ കൈ എന്നെ രക്ഷിച്ചു എന്ന് ഇസ്രയേൽ യഹോവയുടെ നേരെ വമ്പു പറയും. ജനത്തിൽ എന്ത് പ്രസിദ്ധപ്പെടുത്താനാണ് യഹോവ ഗിദെയോനോട് നിർദ്ദേശിച്ചത്? ആർക്കെങ്കിലും ഭയവും ഭീരുതയും ഉണ്ടെങ്കിൽ അവൻ ഗിലെയാദ് പർവ്വതത്തിൽ നിന്ന് മടങ്ങിപ്പോയിക്കൊള്ളട്ടെ എന്ന്. ആർക്കെങ്കിലും ഭയവും ഭീരുതയും ഉണ്ടെങ്കിൽ അവൻ ഗിലെയാദ് പർവ്വതത്തിൽ നിന്ന് മടങ്ങിപ്പോയിക്കൊള്ളട്ടെ എന്ന് ഗിദെയോൻ പ്രസിദ്ധപ്പെടുത്തിയപ്പോൾ ജനത്തിൽ എത്ര പേർ മടങ്ങിപ്പോയി? 20,000 പേർ. ആർക്കെങ്കിലും ഭയവും ഭീരുതയും ഉണ്ടെങ്കിൽ അവൻ ഗിലെയാദ് പർവ്വതത്തിൽ നിന്ന് മടങ്ങിപ്പോയിക്കൊള്ളട്ടെ എന്ന് ഗിദെയോൻ പ്രസിദ്ധപ്പെടുത്തിയപ്പോൾ എത്ര പേർ ശേഷിച്ചു? 10,000 പേർ. മൂന്നിൽ 2 ഭാഗത്തിലധികം ആളുകൾ മടങ്ങിപ്പോയതിലും യഹോവ തൃപ്തനല്ലെന്ന് സൂചിപ്പിച്ച് യഹോവ എന്താണ് പറഞ്ഞത്? ജനം ഇനിയും അധികം ആകുന്നു. പതിനായിരം പേരെ പരീക്ഷിക്കുന്നതിനായി എവിടേക്ക് കൊണ്ടുപോകാനാണ് യഹോവ ഗിദെയോനോട് ആവശ്യപ്പെട്ടത്? അവരെ വെള്ളത്തിങ്കിലേക്ക് കൊണ്ടുപോകാം. പതിനായിരം പേരെ വെള്ളത്തിങ്കൽ വെച്ച് എന്ത് ചെയ്യാമെന്നാണ് യഹോവ പറഞ്ഞത്? ഞാൻ അവരെ പരിശോധിച്ചു തരാം. ഗിദെയോന്റെ ആളുകളെ ദൈവം വേർതിരിച്ച രണ്ടാമത്തെ രീതി എന്തായിരുന്നു? പട്ടി നക്കിക്കുടിക്കും പോലെ നാവ് കൊണ്ട് വെള്ളം നക്കിക്കുടിക്കുന്നവരെയൊക്കെ വേറെയും കുടിപ്പാൻ മുട്ടുകുത്തി കുനിയുന്നവരെയൊക്കെ വേറെയും നിർത്തുക എന്ന് കൽപ്പിച്ചു. കൈ വായ്ക്ക് വെച്ച് വെള്ളം നക്കിക്കുടിച്ചവർ ആകെ എത്ര പേരായിരുന്നു? ആകെ 300 പേരായിരുന്നു. എന്ത് ചെയ്തവരെ കൊണ്ട് ഇസ്രയേലിനെ രക്ഷിച്ച് മിദ്യാന്യരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് യഹോവ ഗിദെയോനോട് പറഞ്ഞു? നക്കിക്കുടിച്ച 300 പേരെ കൊണ്ട്.
നക്കിക്കുടിച്ച 300 പേരെ കൊണ്ട് മിദ്യാന്യരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് യഹോവ ഗിദെയോനോട് പറഞ്ഞു. മറ്റുള്ളവരെ എന്തു ചെയ്യാനാണ് അവൻ പറഞ്ഞത്? താന്താങ്ങളുടെ സ്ഥലത്തേക്ക് പോകട്ടെ. അവൻ ജനത്തിന്റെ കയ്യിൽ നിന്ന് ഭക്ഷണ സാധനങ്ങളും കാഹളങ്ങളും വാങ്ങിയതിനു ശേഷം ഗിദെയോൻ എന്താണ് ചെയ്തത്? ശേഷം ഇസ്രായേലരെ ഒക്കെയും വീട്ടിലേക്ക് പറഞ്ഞയക്കുകയും 300 പേരെ നിർത്തുകയും ചെയ്തു. മിദ്യാന്യരുടെ പാളയം എവിടെയായിരുന്നു? താഴെ സമഭൂമിയിൽ ആയിരുന്നു. എഴുന്നേറ്റ് മിദ്യാന്യരുടെ പാളയത്തിന്റെ നേരെ ഇറങ്ങി ചെല്ലുക എന്ന് യഹോവ ഗിദെയോനോട് എപ്പോഴാണ് പറഞ്ഞത്? അന്ന് രാത്രി. മിദ്യാന്യ പാളയത്തോടെ താൻ എന്തു ചെയ്തിരിക്കുന്നുവെന്ന് യഹോവ ഗിദെയോനോട് പറഞ്ഞു. താൻ അത് ഗിദെയോന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. മിദ്യാന്യരുടെ പാളയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ പേടിയുണ്ടെങ്കിൽ ഗിദെയോൻ എന്ത് ചെയ്യണമെന്നാണ് യഹോവ പറഞ്ഞത്? അവന്റെ ബാല്യക്കാരനായ പൂരയും കൂടെ പാളയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുക. ഗിദെയോനും ബാല്യക്കാരനായ പൂരയും കൂടെ പാളയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ എന്ത് കേൾക്കുമെന്നാണ് അന്ന് രാത്രി യഹോവ അവനോട് കൽപ്പിച്ചത്? മിദ്യാന്യർ സംസാരിക്കുന്നത് എന്തെന്ന് അവൻ കേൾക്കും. മിദ്യാന്യർ സംസാരിക്കുന്നത് കേൾക്കാൻ ഗിദെയോനും പൂരയും എവിടെ വരെ ഇറങ്ങിച്ചെന്നു? പാളയത്തിൽ ആയുധപാണികളുടെ സമീപത്തോളം ഇറങ്ങിച്ചെന്നു. മിദ്യാന്യരുടെയും അമാലേക്യരുടെയും കിഴക്കുദേശക്കാരുടെയും സൈന്യത്തിന്റെ വലിപ്പത്തെ എങ്ങനെ വർണ്ണിച്ചിരിക്കുന്നു? വെട്ടുക്കിളി എന്ന പോലെ അസംഖ്യമായി താഴ്വരയിൽ കിടന്നിരുന്നു. മിദ്യാന്യർക്ക് എണ്ണാൻ കഴിയുന്നതിലും കൂടുതൽ ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഒട്ടകങ്ങളുടെ എണ്ണം എങ്ങനെയാണ് വിവരിച്ചത്? കടൽക്കരയിലെ മണൽ പോലെ അസംഖ്യം. ഗിദെയോനും പൂരയും മിദ്യാന്യരുടെ പാളയത്തിൽ ചെല്ലുമ്പോൾ ഒരുത്തൻ മറ്റൊരുത്തനോട് എന്ത് വിവരിക്കുകയായിരുന്നു? ഒരു സ്വപ്നം വിവരിക്കുകയായിരുന്നു. മിദ്യാന്യ പാളയത്തിലെ ഒരുത്തൻ മറ്റൊരുത്തനോട് താൻ കണ്ട സ്വപ്നം വിവരിച്ചു പറഞ്ഞതെങ്ങനെ? ഒരു യവയപ്പം മിദ്യാന്യരുടെ പാളയത്തിലേക്ക് ഉരുണ്ടുവന്ന് കൂടാരം വരെ എത്തി അതിനെ തള്ളിമറിച്ചിട്ട് അങ്ങനെ കൂടാരം വീണു കിടന്നു എന്ന് പറഞ്ഞു. മിദ്യാന്യ പാളയത്തിലെ ഒരുത്തൻ മറ്റൊരുത്തനോട് താൻ കണ്ട സ്വപ്നം വിവരിച്ചപ്പോൾ അതിന് മറ്റവൻ ഉത്തരം പറഞ്ഞതെങ്ങനെ? അത് ഗിദെയോൻ എന്ന ഇസ്രായേലിന്റെ വാളല്ലാതെ മറ്റൊന്നുമല്ല. ദൈവം മിദ്യാനെയും ഈ പാളയത്തെ ഒക്കെയും ആരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ് സ്വപ്നം പൊരുൾ തിരിച്ച മറ്റവൻ പറഞ്ഞത്? ഗിദെയോന്റെ കയ്യിൽ. സ്വപ്നവും അതിന്റെ പൊരുളും കേട്ടതിന് ശേഷം ഗിദെയോൻ എന്തു ചെയ്തു? നമസ്കരിച്ചു. മിദ്യാന്യരുടെ പാളയത്തിൽ നിന്ന് ഇസ്രായേലിന്റെ പാളയത്തിൽ മടങ്ങിച്ചെന്ന ഗിദെയോൻ ഇസ്രായേൽ പാളയത്തോട് എന്താണ് പറഞ്ഞത്? എഴുന്നേൽപ്പിൻ, യഹോവ മിദ്യാന്റെ പാളയത്തെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പിനായി ഗിദെയോൻ എങ്ങനെയാണ് 300 പേരെ വിഭാഗിച്ചത്?
മൂന്ന് കൂട്ടമായി വിഭാഗിച്ച 300 പേരിൽ ഓരോരുത്തന്റെ കയ്യിൽ ഗിദെയോൻ എന്താണ് കൊടുത്തത്? ഓരോരുത്തന്റെ കയ്യിൽ ഓരോ കാഹളവും വെറും കുടവും കുടത്തിനകത്ത് ഓരോ പന്തവും കൊടുത്തു. 3 കൂട്ടമായി വിഭാഗിച്ച 300 പേരിൽ ഓരോരുത്തന്റെ കയ്യിൽ ഓരോ കാഹളവും വെറും കുടവും കുടത്തിനകത്ത് ഓരോ പന്തവും കൊടുത്തതിനു ശേഷം ഗിദെയോൻ ആളുകളോട് എന്ത് ചെയ്യാനാണ് നിർദ്ദേശിച്ചത്? ഞാൻ ചെയ്യുന്നത് നോക്കി അതുപോലെ ചെയ്വീൻ. എവിടെ ചെല്ലുമ്പോൾ ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങളും ചെയ്യണം എന്നാണ് ഗിദെയോൻ 3 കൂട്ടമായി വിഭാഗിച്ച 300 പേരോട് പറഞ്ഞത്. പാളയത്തിന്റെ അറ്റത്ത് എത്തുമ്പോൾ ഞാനും എന്നോടുകൂടെയുള്ളവരും കാഹളം ഊതുമ്പോൾ 3 കൂട്ടമായി വിഭാഗിച്ച 300 പേരെ എന്ത് ചെയ്യണം എന്നാണ് ഗിദെയോൻ പറഞ്ഞത്. നിങ്ങളും പാളയത്തിന്റെ ചുറ്റും നിന്ന് കാഹളം ഊതി യഹോവയ്ക്കും ഗിദെയോനും വേണ്ടി എന്ന് പറയണം. ഗിദെയോനും കൂടെയുള്ള 100 പേരും പാളയത്തിന്റെ അറ്റത്തെത്തിയത് എപ്പോൾ? മധ്യയാമത്തിന്റെ ആരംഭത്തിൽ അവർ കാവൽ മാറി നിർത്തിയ ഉടനെ. മധ്യയാമത്തിന്റെ ആരംഭത്തിൽ ഗിദെയോനും കൂടെയുള്ള 100 പേരും പാളയത്തിന്റെ അറ്റത്തെത്തി എന്താണ് ചെയ്തത്? കാഹളം ഊതി കയ്യിലുണ്ടായിരുന്ന കുടങ്ങൾ ഉടച്ചു. ഗിദെയോനും കൂടെയുള്ള 100 പേരും പാളയത്തിന്റെ അറ്റത്തെത്തി കാഹളം ഊതി കയ്യിലുണ്ടായിരുന്ന കുടങ്ങൾ ഉടച്ചപ്പോൾ 3 കൂട്ടവും എന്തു ചെയ്തു? 3 കൂട്ടവും കാഹളം ഊതി കുടങ്ങൾ ഉടച്ചു. 3 കൂട്ടവും ഇടത്തു കൈയിൽ പിടിച്ചതന്ത്, വലത്ത് കൈയിൽ പിടിച്ചതന്ത്. ഇടത്തു കൈയിൽ പന്തവും വലത്ത് കൈയിൽ ഊതുവാൻ കാഹളവും പിടിച്ചു. 3 കൂട്ടവും ഇടത്തു കൈയിൽ പന്തവും വലത്ത് കൈയിൽ ഊതുവാൻ കാഹളവും പിടിച്ച് ആർത്തതന്ത്. യഹോവയ്ക്കും ഗിദെയോനും വേണ്ടി വാൾ എന്ന് ആർത്തു. മൂന്ന് കൂട്ടവും പാളയത്തിന് ചുറ്റും എങ്ങനെ തന്നെ നിന്നു. താന്താന്റെ നിലയിൽ തന്നെ നിന്നു. പാളയത്തിന് ചുറ്റും ഓരോരുത്തൻ താന്താന്റെ നിലയിൽ തന്നെ നിന്നപ്പോൾ മിദ്യാന്യർ ചെയ്തതെന്തല്ല? പാളയമെല്ലാം കാച്ചൽ തുടങ്ങി. അവർ നിലവിളിച്ചുകൊണ്ട് ഓടിപ്പോയി. ആ 300 പേരും കാഹളം ഊതിയപ്പോൾ യഹോവ പാളയത്തിലൊക്കെയും എന്തു ചെയ്യാനാണ് ശത്രു സൈന്യത്തെ തിരിപ്പിച്ചത്? യഹോവ പാളയത്തിലൊക്കെയും ഓരോരുത്തന്റെ വാൾ താന്താന്റെ കൂട്ടുകാരന്റെ നേരെ തിരിപ്പിച്ചു. സൈന്യം സെരാര വഴിയായി എവിടെ വരെയാണ് ഓടിപ്പോയത്? സൈന്യം സെരാര വഴിയായി ബേത് ഷിത്ത വരെയും തബ്ബത്തിനരികെയുള്ള ആബേൽ മൊഹാലയുടെ അതിർ വരെയും ഓടിപ്പോയി. മിദ്യാന്യരെ പിന്തുടരാൻ ഇസ്രയേലിലെ ഏതൊക്കെ ഗോത്രങ്ങളാണ് ഒരുമിച്ച് കൂടിയത്? നഫ്താലി, ആഷർ, മനശ്ശെ. എഫ്രൈം മലനാട്ടിൽ എല്ലായിടവും ഗിദെയോൻ ആരെയാണ് അയച്ചത്? ദൂതന്മാരെ. എഫ്രൈമർക്ക് ഗിദെയോൻ എന്ത് സന്ദേശമാണ് അയച്ചത്? മിദ്യാന്യരുടെ നേരെ ഇറങ്ങിച്ചെന്ന് ബേത് ബാര വരെയുള്ള വെള്ളത്തെയും യോർദാനെയും അവർക്ക് മുമ്പേ കൈവശമാക്കിക്കൊള്ളുവീൻ എന്ന് പറയിച്ചു.
ഗിദെയോന്റെ സന്ദേശത്തോടെ എഫ്രൈമർ എങ്ങനെ പ്രതികരിച്ചു? എഫ്രൈമർ ഒക്കെയും ഒരുമിച്ച് കൂടി ബെത്ബാര വരെയുള്ള വെള്ളവും യോർദാനും കൈവശമാക്കി. എഫ്രൈമർ പിടിച്ച മിദ്യാന പ്രഭുക്കന്മാർ ആരെല്ലാം? ഓരേബ്, ഷേബ്. എവിടെ വെച്ചാണ് ഓരേബിനെ കൊന്നുകളഞ്ഞത്? ഓരേബ് പാറമേൽ വെച്ച്. എവിടെ വെച്ചാണ് സേബിനെ കൊന്നുകളഞ്ഞത്? സേബ് മുന്തിരിച്ചക്കിനരികെയും വെച്ച്. ഓരേബിന്റെയും സേബിന്റെയും തല ആരുടെ അടുക്കൽ കൊണ്ടുവന്നു? യോർദാൻ അക്കരെ ഗിദെയോന്റെ അടുക്കൽ കൊണ്ടുവന്നു. ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇവിടെ അവസാനിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.